മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. മമത ബംഗാള് പിടിക്കും, മമത ബംഗാള് തൂക്കും. ഈ തിരഞ്ഞെടുപ്പിൽ എന്തൊക്കെ പുകയിലായിരുന്നു നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ നിരന്നങ്ങ് നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞിരുന്നത്. ഞാനൊരു ഉദാഹരണം ഇവിടെ കൊടുക്കാം. മമത പിടിക്കും ബംഗാളി എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി ചെയ്തിട്ടുള്ളൊരു വീഡിയോയുടെ ഒരു ചെറിയ ഭാഗം നിങ്ങൾ കേട്ടു. ഇനി മറ്റൊരു വിഷയം SIR ആണല്ലോ. ഒരർത്ഥത്തിൽ ഈ രാജ്യത്ത് വളരെ തിടുക്കപ്പെട്ട് SIR നടപ്പാക്കിയത് തന്നെ ബംഗാൾ പിടിക്കാനായിരുന്നു എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകരെങ്കിലും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും SIR വഴി 90 ലക്ഷം വോട്ടർമാരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ബംഗാളിൽ പുറത്തായത്. അവരിൽ ഭൂരിഭാഗവും നിശ്ചയമായി മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. നമുക്കൊരു കണക്ക് നോക്കാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് കേവലം 60 ലക്ഷം വോട്ടാണ്. ആ 60 ലക്ഷം വോട്ടിന്റെ വ്യത്യാസമാണ് തൃണമൂൽ കോൺഗ്രസ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് 90 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയിരിക്കുന്നത്. നിശ്ചയമായും അത് BJPക്ക് ഗുണം ചെയ്യേണ്ടതാണല്ലോ. പക്ഷേ അതിപ്പോൾ BJPക്ക് എതിരാകാൻ പോകുന്നു എന്നുള്ളതാണ് വസ്തുത. അതിന്റെ കണക്കും ഞാൻ പറഞ്ഞു തരാം. ആ സംസ്ഥാനത്ത് 27% മുസ്ലിം വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. അതൊരു ചെറിയ ശതമാനമല്ല കേട്ടോ. ആ മുസ്ലിം വോട്ട് ബാങ്ക് എൻ ബ്ലോക്ക് ആയിട്ട് ഇപ്രാവശ്യം TMCക്കൊപ്പമാണ്, മമതാ ബാനർജിക്കൊപ്പമാണ്. അതിന്റെ കാരണം എന്താണ് നോക്കൂ. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡു ഓർ ഡൈ ഗെയിമിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ പറയുന്ന പശ്ചിമ ബംഗാളിൽ 90 മണ്ഡലങ്ങളിൽ വിജയ പരാജയങ്ങൾ തീരുമാനിക്കുന്നത് ഈ പറയുന്ന മുസ്ലിം വോട്ട് ബാങ്ക് ആണ്. അതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം. അവിടെ ഒരു പ്രതീക്ഷയും BJPക്ക് വേണ്ട. അപ്പോൾ 90 സീറ്റുകൾ ഓൾറെഡി മമതയുടെ പോക്കറ്റിലായി കഴിഞ്ഞു. ബാക്കി 200 സീറ്റുകളിൽ നിന്ന് 60 സീറ്റുകൾ പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര വലിയ ടാസ്ക് ഒന്നും അല്ലെന്നേ. അതാണ് കണക്കെന്ന് പറയുന്നത്. അതാണ് BJPയെ അങ്കലാപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം വോട്ട് ബാങ്ക് ഇക്കുറി ഒരു കാരണവശാലും ഭിന്നിക്കില്ല എന്നതും ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ കേട്ടില്ലേ എന്തൊക്കെയാ ഉണ്ണി വിളിച്ചു പറയുന്നത്? SIR നടപ്പിലാക്കിയത് അതൊക്കെ തന്നെ പോസിറ്റീവായി. 90 സീറ്റുകളുടെ റിസൾട്ട് മുസ്ലിങ്ങളാണ് തീരുമാനിക്കുക. മുസ്ലിം വോട്ട് മൊത്തം തൃണമൂലിനാണ്. ഒരു തർക്കമുണ്ടത് ഇങ്ങോട്ടേക്ക് പോവില്ല. ഇത് നേരെ തിരിച്ച് ഹിന്ദു വോട്ട് മൊത്തമായിട്ട് BJP എന്ന് പറഞ്ഞാൽ വർഗീയത പറയുന്നു, വർഗീയത ഫുള്ള് പ്രശ്നം. അതേസമയത്ത് ഒരു മതുവായി ബന്ധപ്പെട്ട് സകലതും തൃണമൂൽ കോൺഗ്രസിന് പോവും. 90 സീറ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് അത് മമത തൂക്കും, ബാക്കി 60 പിടിച്ചാൽ മതി. ജനങ്ങളൊക്കെ എന്താ വിഡ്ഢികളാണെന്നാണോ ഈ പറയുന്ന ഉണ്ണിയൊക്കെ കരുതി? ഇതൊക്കെ ബംഗാളിലെ ജനത അവിടെ കൃത്യമായിട്ട് ചർച്ചയിൽ എന്തൊക്കെ കാരണങ്ങളാണെന്നോ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ണിയൊക്കെ വിളിച്ചു പറയുന്നത്. മമത ജയിക്കാൻ ദേശീയത BJP ഉയർത്തിയത് പോലും അതൊക്കെ അവിടെ മറികടക്കാൻ മമത. അവിടെ മീൻ കഴിക്കാൻ പോലും പറ്റില്ല. BJP വന്നാൽ അവിടെ ഇന്ന വിഭാഗം ബ്രാഹ്മണരായിട്ടുള്ള ആളുകൾ പോലും മീൻ കഴിക്കും. മീൻ പോലും കഴിക്കാത്ത അവസ്ഥ വരും. പിന്നെ മറ്റു ഭാഷകൾ, ബംഗാളിൻ്റെതായ ഭാഷ പ്രശ്നം വരും. ഇവിടെ നിന്ന് സകലരെയും മാറ്റേണ്ടി വരും. ഇതൊക്കെ പറഞ്ഞ് മമതയെ അങ്ങ് ബംഗാളിങ്ങ് പിടിക്കുമെന്ന BJPക്ക് കിട്ടുകയില്ല. അതൊക്കെ തന്നെ ബംഗാളിലെ റിപ്പോർട്ടാണ്, ഗ്രൗണ്ടിലെ റിപ്പോർട്ടാണ്. അവിടുന്ന് വരുന്ന എവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് വ്യക്തമായിട്ട് പറഞ്ഞതാ. അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി ആര് നോക്കിയാലും മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾക്ക് പ്രത്യേക ഒരു അജണ്ടയുണ്ടല്ലോ. BJP വിരുദ്ധ അജണ്ട, മോദി വിരുദ്ധ അജണ്ട. അതിനനുസരിച്ചാണ് ഇവിടെ സകലരും റിപ്പോർട്ട് ചെയ്തത്. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു ഈ പറയുന്ന ബംഗാളിൽ വ്യക്തമായി തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ BJPയുടെ വിജയം ഏകദേശം ഉറപ്പായി. നീ ഉണ്ണിയൊക്കെ പറഞ്ഞതുപോലെ 90 സീറ്റിലേക്ക് ഈ പറയുന്ന മമതയ്ക്ക് എത്താൻ സാധിച്ചോ? BJP 200ലേക്ക് എത്താൻ അവർക്ക് സാധിക്കുകയും ചെയ്തില്ല. ഇതൊന്നും വെറുതെ സംഭവിച്ചതല്ല. അവിടെ ദേശീയത ഉയർത്തിപ്പിടിച്ചു, കൃത്യമായിട്ട് ഉയർത്തിപ്പിടിച്ചു BJP. ആ സമയത്ത് എന്തുകൊണ്ട് ബംഗാൾ ജനത ഒപ്പം നിന്നു? ഈ പറയുന്ന ബംഗാൾ ജനതയ്ക്ക് ബംഗ്ലാദേശികളുടെ ശല്യം കാരണം, ശല്യം എന്ന് പറഞ്ഞാൽ തല്ലുൾപ്പെടെ കൊള്ളുക ബംഗാളിലെ സാധാരണക്കാരെ ഈ വരുന്ന ബംഗ്ലാദേശികളെ കൊണ്ട്. ഈ വിഷയമാണ് എടുത്തിട്ട് BJP ചർച്ചയാക്കുന്നത്. ഇത് മതഭേദവൻ ഈ പറയുന്ന ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ആളുകൾ ശല്യമായി ബംഗാൾ ജനതക്ക്. ഈ വരുന്ന ബംഗ്ലാദേശികളെ ചവിട്ടി ഈ അധികമായിട്ട് ഈ ബംഗ്ലാദേശിൽ നിന്നൊക്കെ ആളുകൾ വരുമ്പേ ഈ പറയുന്ന ബംഗാളിൽ സാധാരണക്കാർക്ക് വരെ ജീവിച്ച് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാവും. കച്ചവടത്തിൽ സകലത്തിലും ഈ പറയുന്ന ബംഗ്ലാദേശികൾ കുന്നുകൂടി എത്തിയിട്ട് പ്രശ്നം അധികരിച്ചു. ഇത് BJP കൃത്യമായിട്ട് ഉയർത്തിപ്പിടിച്ചു. ബംഗാൾ ജനതയുടെ നിലനിൽപ്പ BJP ഉയർത്തിപ്പിടിക്കും. ഞങ്ങൾ പുറത്താക്കുമെന്ന്. ഇത് മാത്രമാണോ? കൃത്യമായിട്ട് ആർജിക്കർ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥിനിയെ, ഒരു യുവ ഡോക്ടറെയാ അവിടെ തൃണമൂൽ ഗുണ്ടകൾ കൊലപ്പെടുത്തിയത്. പീഡനം നടത്തിയിട്ടേ ആ ഇരയായിട്ടുള്ളവരുടെ മാതാവിനെ BJP അവിടെ സ്ഥാനാർത്ഥിയാക്കുക. ബംഗാളിലുടനീളം ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു വനിതാ മുഖ്യമന്ത്രിയുള്ള ബംഗാളിലെ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് ഒരമ്മ വിളിച്ചു പറയാ. ബംഗാളിലുടനീളം സ്ഥാനാർത്ഥിയാക്കിയിട്ട് BJP ആ വിഷയം കൈകാര്യം ചെയ്യുക.
ഈ പറയുന്ന തൃണമൂൽ ഗുണ്ടകളുടെ ശല്യം അതിര് കടന്നു. അത് കൃത്യമായിട്ട് BJP ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായിട്ട് ബംഗാൾ ജനത ഉറപ്പിച്ചു കഴിഞ്ഞതാ മമതയെടുത്ത് ആറ്റിലറിയുമെന്ന്. ഈ ദീദി എന്ന് പറയുന്നുണ്ടല്ലോ, ഈ മമതയുടെ ദീദി വിളി പോലും എങ്ങനെയാ വന്നത്? ഇവര് സാധാരണ കടകളിലേക്ക് എത്തിയിട്ട് ചായക്കടയിലെത്തിയാൽ അവിടെ കയറിയിട്ട് ചായ ഉണ്ടാക്കൂ, എന്നിട്ട് അവിടെയുള്ള ജാൽമുറി എടുത്ത് കഴിക്കൂ. അതേപോലെ ചന്തകളിലേക്ക് എത്തും, സാധനം വാങ്ങൂ, അവിടെ നോക്കി നിൽക്കൂ, സാധാരണക്കാരുടെ ഒരു പ്രതിനിധി. അപ്പോ ദീദി ഇതിനെങ്ങനെയാ BJP മറികടന്നത്? കൃത്യമായിട്ട് നരേന്ദ്രമോദിയുടെ ചെക്ക് അവിടെ വന്നു. കൃത്യമായിട്ട് ഒരു സാധാരണ കടയിലേക്ക് നരേന്ദ്രമോദി എത്തി. കൃത്യമായിട്ട് വിക്രം ഷാ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരന്റെ കടയിലേക്ക് എത്തി. നമ്മളത് ചർച്ച ചെയ്തത് ആ സമയത്തൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു, ഇത് മമതക്കുള്ള 8ന്റെ പണിയാണ്. മമതയെ ജനമെടുത്ത് ആറ്റിലറിയുമെന്ന് നമ്മൾ കൃത്യമായിട്ട് ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനതിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാം. വ്യക്തമായിട്ട് വിക്രം ഷാ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരന്റെ കടയിലേക്ക് മോദി എത്തുന്നു. മോദി അവിടെ നിന്ന് ജാൽമുറി വാങ്ങുന്നു. ഉള്ളി ഇടണോ എന്ന് ചോദിക്കും, ഞാനത് കഴിക്കും, പക്ഷെ ഞാൻ തല തിന്നാനില്ല എന്ന് പറയുന്നു. അതിന്റെ അർത്ഥം എന്താ? മമത വ്യക്തമായിട്ട് കടന്നാക്രമിക്കാറുണ്ട് പല വിഷയങ്ങളും. അതേപോലെ തന്നെ തൃണമൂൽ ഗുണ്ടകളുടെ പ്രശ്നങ്ങൾ ഇത് കൃത്യമായിട്ട് അവൾ അഡ്രസ് ചെയ്തു. ഈ വിഷയത്തെ തന്നെ ഈ പറയുന്ന മമത രംഗത്തെത്തി പറയുന്നു, മോദിയുടെ സെക്യൂരിറ്റിയാണ് അവിടെ ഉള്ളത്. അത് നമ്മുടെ കേരളത്തിലെ സുഡാപ്പികൾ, പ്രമുഖ മാധ്യമങ്ങളൊക്കെ ഏറ്റുപിടിച്ചു, ഒന്നും നോക്കാതെ ആ വിഷയത്തെ പോലും BJP അവിടെ കൈകാര്യം ചെയ്തു. വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം, ഈ ജാൽമുറി വിൽക്കുന്ന കട എന്ന് പറയുന്നത് ബംഗാളിൽ ഉടനീളമുള്ളതാ. വലിയൊരു കമ്മ്യൂണിറ്റിയാണ്, വലിയൊരു സമൂഹമാണ്. ഇത് കൃത്യമായിട്ട് മോദിക്ക് അറിയാം. അത് കൃത്യമായിട്ട് അവിടെ BJP ലീഡേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്തു. അവിടെയുള്ള ജാൽമുറി വാങ്ങുന്ന ആ പേപ്പറുകൾ എടുത്തിട്ട് BJP സ്ഥാനാർത്ഥികൾ പ്രചരണം തുടങ്ങി. വലിയ പ്രചരണം. അന്ന് സെക്യൂരിറ്റി ആയെന്ന് പറഞ്ഞതുപോലും കൃത്യമായിട്ട് ജനം തിരിച്ചറിഞ്ഞു. മമത നാവ് പൊക്കുന്നതൊക്കെ തന്നെ കുയിലേക്ക് എന്ന അവസ്ഥയായിരുന്നു ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ്. അമിത്ഷാ അവിടെ 2 ആഴ്ചയിലധികം തമ്പടിച്ചതാ. അസമിലെ മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വ ശർമ്മ ഡയറക്റ്റ് ഡ്യൂട്ടി കൊടുക്കുക, കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. അദ്ദേഹം കടന്നാക്രമിക്കും, പറയേണ്ടടുത്ത് പറയും, സകലതും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകും. വേദി ടു വേദിയിലേക്ക് ഹിമന്ത് വിശ്വ ശർമ്മയ്ക്ക് നിരന്തരം റാലികൾ. അമിത്ഷാ ഒരു ഭാഗത്ത് തമ്പടിച്ച് വർക്ക്, നരേന്ദ്രമോദി ഒരു ഭാഗത്ത്. BJPയുടെ സർവ്വസന്നാഹവും ഇട്ട ബംഗാളിൽ പണിയെടുത്തത് 200ലേക്ക് എത്തി. അതൊരു അത്ഭുത റിസൾട്ട് അല്ല, മറിച്ചത് ആ റിസൾട്ടിലേക്ക് അവരെത്തുമെന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ട് അതൊരു അത്ഭുതമായിട്ട് അത് വലിയ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള 4ാമത്തെ സംസ്ഥാനം നരേന്ദ്രമോദിയുടെ, അമിത്ഷായുടെ കൃത്യമായ ഇടപെടലിലൂടെ BJP പിടിച്ചെടുത്തു. തിരഞ്ഞെടുപ്പ് സമയത്ത്, വോട്ടെടുപ്പിന്റെ ശേഷമൊക്കെ ഇവിടെയുള്ള മാധ്യമങ്ങൾ ഇല്ല മമത ഇല്ല, SIR പ്രശ്നമല്ല, ദേശീയത പ്രവൃത്തി പ്രശ്നമല്ല, ഇനിയൊക്കെ പ്രശ്നമാവട്ടോ, ഇനി എല്ലാം പ്രശ്നമായിരിക്കും. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ സകലതും പ്രശ്നം. അതിനു മുമ്പ് പറയൂ, സകല ബംഗാളികളും വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. പൗരത്വ വിഷയമുള്ളത് കൊണ്ട് സകലരും പോകും. സകലരും മമത ഈ ഒരു സകല വോട്ടും ഇന്ന ആൾക്ക് അതൊന്നും അല്ല. 90 സീറ്റിൽ ഇന്ന മതം തീരുമാനിക്കുന്നുണ്ട്, 90 സീറ്റിലേക്ക് എത്തിയിട്ടില്ല. ഇതൊക്കെ കേരളത്തിൽ കുറച്ചു കാലം കൂടിയൊക്കെ ചെലവാകുമെന്നല്ലാതെ ഈ രാജ്യത്ത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എല്ലാ മതങ്ങളിൽപ്പെട്ട ആളുകൾ, വിവേകമുള്ള ആളുകൾ, ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾക്കൊപ്പം അടിയുറച്ച് നിൽക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലും അധികം വൈകാതെ തന്നെ വലിയ മാറ്റം ഉണ്ടാവും. ഈ 3 എന്ന അക്കമുണ്ടല്ലോ, കേരളത്തിലെ ആ 3 എന്ന് പറയുന്ന അക്കം റിസൾട്ട്, അത് ബംഗാളിലൊരു ആവർത്തനം കൂടിയാണ്. ബംഗാളിൽ 2016 3 സീറ്റുകളായിരുന്നു, ഇന്ന് അത് 200ലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇന്ന് 3, ഇന്നല്ലേ നാളെ കേരളത്തിലോ വലിയ അക്കത്തിലേക്ക് എത്തും എന്നുള്ളതും സകലരും തിരിച്ചറിഞ്ഞു. തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ എന്തൊക്കെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞു എന്നുള്ളതും സകലരും തിരിച്ചറിഞ്ഞോളൂ.